അമേരിക്കയിൽ 3 ഇടങ്ങളിൽ സ്ഫോടനത്തിന് പിന്നിൽ ഇറാൻ. വീഡിയോ ഫൂട്ടേജ് പുറത്തു വന്നിട്ടുണ്ട്, നമുക്കത് പരിശോധിക്കാം. അതുപോലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഇറാനികൾ സംസാരിച്ചിരിക്കുന്നു. എന്താണ് സംസാരിച്ചുള്ളത്, നമുക്ക് അതും കൂടി നോക്കാം. അതുപോലെ ഇറാൻ 99ാമത്തെ വേവ് അറ്റാക്ക് വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ വീണ്ടും ഡൊണാൾഡ് ട്രംപ് അണ്ണനെ കളിയാക്കിയിട്ടുള്ള ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. അതും നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ ആ പോസ്റ്റർ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വീഡിയോ കണ്ടില്ലേ? ഏപ്രിൽ 7-ാം തീയതി ഉള്ള 99ാമത്തെ വേവ് അറ്റാക്കിന്റെ വിഷ്വൽസ് ആണ് ഇപ്പോൾ പുറത്തുവിട്ടുള്ളത്. അതിലാണ് ആ പോസ്റ്റർ ഉള്ളത്. ആ പോസ്റ്ററിൽ മനസ്സിലായല്ലോ, നമ്മളെ ഹിറ്റ്ലറിന്റെ മീശ വെച്ചിട്ടുള്ള ട്രംപ്. അത് പിന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ. ഇനി നമുക്ക് ഇറാനികൾ ഡൊണാൾഡ് ട്രംപിനോട് അല്ലെങ്കിൽ US-നോട് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. We've had numerous intercepts. Please keep bombing. Bombs that are dropping near their homes. Please keep bombing. Do it. And these are people that are living where the bombs are exploding. And when we leave and we're not hitting those areas, they're saying, please come back, come back, come back. These are the people. I don't know what they do. All I can tell you is they want freedom. They have lived in a world that you know nothing about. It's a violent, horrible world. അതായത് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഇറാനിൽ നിന്നും വരുന്ന ഒരു ഇന്റർസെപ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഇവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് അമേരിക്കയോട് ഒരിക്കലും നിർത്തരുത്, ഇനിയും ഇറാന് നേരെ ബോംബിടണം എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അവർ അതിനോടൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന, അതായത് ട്രംപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ ഒക്കെ നെയ്ബറിന്റെ അടുത്തൊക്കെ നെയ്ബറിംഗ് സ്ഥലങ്ങളിലൊക്കെ ഈ ബോംബ് വർഷിക്കുന്നുണ്ട്. അതായത് ഇസ്രായേൽ US അയക്കുന്ന മിസൈൽസ് ഒക്കെ പതിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ശരി, ഇനിയും ഇതുപോലെ ബോംബ് ഇടണം എന്ന് US-നോട് റിക്വസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ബെഗ് ചെയ്തു, യാചിച്ചു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇയാൾ ഈ യുദ്ധ സമയത്ത് മാത്രം പറഞ്ഞ കാര്യങ്ങൾ എടുത്തിട്ട് ഒരു മൂവി ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു കോമഡി പടമായി മാറിയിരിക്കും. അതുപോലെ ഇയാൾക്ക് ഇതാരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് എഴുതി കൊടുക്കുന്നതാണെങ്കിൽ ഏത് പൊട്ടനാണ് ഇങ്ങനെയുള്ള കഥകൾ എഴുതി കൊടുക്കുന്നത്? അല്ല, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ആരെങ്കിലും സ്വന്തം രാജ്യത്തിന് നേരെ അറ്റാക്ക് ചെയ്യാൻ പറയുമോ? ഇനി അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഓക്കെ, നമ്മളുടെ വീട്ടിന്റെ അടുത്ത് വരെ അറ്റാക്കിങ് നടക്കുന്നുണ്ട്, എന്നിരുന്നാലും കുഴപ്പമില്ല, നിങ്ങൾ അറ്റാക്ക് ചെയ്തോ എന്ന് ആരെങ്കിലും പറയോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് US-ൽ 3 സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ 3 സ്ഫോടനങ്ങൾ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇന്നേക്ക് വരെ 3 സ്ഫോടനങ്ങളാണ് US-ൽ നടന്നിട്ടുള്ളത്. ഇതൊക്കെ കോയിൻസിഡൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ എനിക്ക് തോന്നുന്നില്ല ഇതൊരു കോയിൻസിഡൻസ് ആയിട്ട്. കാരണം ഈ 3 സ്ഫോടനങ്ങൾ നടന്നിട്ടുള്ളത് ഓയിലുമായി റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ്. 3 സ്ഫോടനങ്ങൾ നമുക്ക് ഒന്നൊന്നായി പരിശോധിക്കാം. ഒന്നാമത്തെ സ്ഫോടനം എന്ന് പറയുന്നത് ടെക്സസിലാണ് നടന്നിട്ടുള്ളത്. മാർച്ച് 23-ാം തീയതി. മാർച്ച് 23-ാം തീയതി വലേറോ എനർജി റിഫൈനറി ആർത്തർ പോർട്ടിൽ ടെക്സസിലാണ് ഈ ഒരു സ്ഫോടനം നടന്നിട്ടുള്ളത്. എന്നാൽ ഈ സ്ഫോടനത്തിന് കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഹീറ്റർ എക്സ്പ്ലോഡ് ചെയ്തു, അല്ലെങ്കിൽ ഹീറ്ററുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇവർ പറയുന്നുണ്ട് വി ആർ നോട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഈസ് ആസ് ദാറ്റ്. അതായത് ഈ എക്സ്പ്ലോഷൻ പുറത്തുനിന്നുള്ള ഒരു ആക്ട്, ഡെലിബറേറ്റ്ലി ചെയ്തിട്ടുള്ള ഒരു ആക്ട് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നില്ല. എന്നാൽ ഇതിന്റെ ഫൈനൽ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഓക്കെ, ഈ എക്സ്പ്ലോഷന്റെ ഒരു വീഡിയോ വിഷ്വൽ ജസ്റ്റ് ഒന്ന് കാണാം. കണ്ടില്ലേ, ഒരു ഹ്യൂജ് ഫയർ അവിടെ നടന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തേതായിട്ട് നടന്നിട്ടുള്ളത് ഏപ്രിൽ 4-ാം തീയതിയാണ്. ഒരു ഹൈവേയിൽ വെച്ചിട്ട് ഒരു ഓയിൽ ടാങ്കർ കത്തുന്നതാണ് കണ്ടിട്ടുള്ളത്. അതൊരു മതിലിന് എതിരെ അടിച്ചതിന് ശേഷം പൊട്ടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നമുക്ക് ആ വീഡിയോ വിഷ്വൽ ഒന്ന് കാണാം. അപ്പോൾ അതാണ് അവിടുന്ന് വന്നിട്ടുള്ള റിപ്പോർട്ട്. ഇത് ബ്ലാസ്റ്റ് ആയിട്ട് അവിടെ ഹെവി ട്രാഫിക്കും കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഒരു റോഡ് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുമാതിരിയുള്ള ഒരു എക്സ്പ്ലോഷൻ അവിടെ നടന്നിട്ടുണ്ട്. ആ ഒരു ഓയിൽ ടാങ്കറാണ് കൊണ്ടിട്ടുള്ളത്. ഇനി അടുത്തത്, അതായത് 3-ാമത്തെ എക്സ്പ്ലോഷൻ നടന്നിട്ടുള്ളത് ഇന്നാണ് 7-ാം തീയതി. പനാമ സിറ്റിയിൽ ഒരു ബ്രിഡ്ജിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. അതും ഒരു ഓയിൽ ടാങ്കർ പൊട്ടിയതാണ്.
കണ്ടല്ലോ, ഇവിടെയും ഒരു ഹെവി ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട്. സോറി, എൻ്റെ അടുത്ത് ഡേറ്റ് മാറിപ്പോയി. അത് 6-ാം തീയതിയാണ്, 7-ാം തീയതിയല്ല. ഓക്കെ, അതായത് നടന്നിട്ടുള്ളത് മാർച്ച് 23, അതുപോലെ ഏപ്രിൽ 4-ാം തീയതിയും ഏപ്രിൽ 6-ാം തീയതിയുമായിട്ടാണ് ഈ 3 എക്സ്പ്ലോഷൻസ് അമേരിക്കയിൽ നടന്നിട്ടുള്ളത്. ഇതൊരു കോയിൻസിഡൻസ് ആണോ? കാരണം ഇത് 3 നടന്നിട്ടുള്ളത് ഓയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ്. ഇനി ഇതിൽ 3 പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത്. ഒന്നാമത്തേത് കോയിൻസിഡൻസ് ആണ്. സ്വാഭാവികമായി ഒരു യാദൃശികമായി നടന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. രണ്ടാമത്, ഇതിൽ ഇറാന്റെ പങ്കുണ്ടാവാം. കാരണം ഈ സ്പൈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് US-നും ഇസ്രായേലിനും മാത്രമുള്ളതല്ലല്ലോ. ഇനി മൂന്നാമത്തെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇസ്രായേലാണ്. കാരണം US ഈ യുദ്ധം എങ്ങനെയെങ്കിലും ഇപ്പോൾ അവസാനിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ്. എന്നാൽ ഇസ്രായേലിന് അത് അത്ര പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ഇസ്രായേലിൽ ഒരു ഇലക്ഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നെഗറ്റീവ്ലി അവർക്ക് ബാധിക്കും. അത് കാരണമായി ഇവിടെ ഇറാന്റെ പേര് പറഞ്ഞിട്ട് 1-2 എക്സ്പ്ലോഷൻ നടത്തിക്കഴിഞ്ഞാൽ US വീണ്ടും പ്രഷറാവും. അപ്പോൾ അവർ വീണ്ടും ഈ യുദ്ധത്തിന് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ മുന്നോട്ട് പോകും. അതായത് ഇറാനെ അടിക്കാനുള്ള ഫോഴ്സുമായിട്ട് മുന്നോട്ടൊക്കെ തന്നെ പോകും. ഒരു പക്ഷേ അതുമാവും റീസൺസ്. അതായത് ഈ 3 പോസിബിലിറ്റിയാണ് ഇവിടെ കാണുന്നത്. എന്നാൽ US പറഞ്ഞിട്ടുള്ളതും US-ന്റെ ഇൻവെസ്റ്റിഗേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ 3-ലും 3 ഡിഫറെന്റ് ആയിട്ടുള്ള റീസൺസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റത്തെ അതിന് റീസൺ പറഞ്ഞിട്ടില്ല. അത് കാരണം അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഈ 3 അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ജസ്റ്റ് ഒരു റീസൺ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതായിരിക്കാം കാരണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിംഗിലാണെന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ ഈ 3 കേസിലും. ഓക്കെ, 3 എക്സ്പ്ലോഷനിലും. അതേസമയം US പറയുന്നുണ്ട് ഇതൊരു ഡെലിബറേറ്റ് ആക്ട് അല്ല എന്നൊരു കാര്യം US പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. Okay, thanks for watching me and stay tuned for another video. Thank you.